ഡൽഹി ഇന്നും ഉണർന്നത് വിഷപൂരിതമായ പുകമഞ്ഞിന്റെ അപകടകരമായ പുതപ്പ് കണ്ടുകൊണ്ടാണ്. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം ഭയാനകമാവിധം ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ്. മിക്ക എയർ ക്വാളിറ്റി ഇൻഡെക്സ് സ്റ്റേഷനുകളും ഇന്ന് രാവിലെ 500-ന് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായ ഏഴാം ദിവസവും കനത്ത പുകമഞ്ഞ് ദേശീയ തലസ്ഥാന മേഖലയെ വിഴുങ്ങിയിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകൾ നിർത്തിവെക്കുവാനും ഓൺലൈൻ ക്ലാസുകൾ നടത്തുവാനും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഡൽഹി ഗവൺമെന്റ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലിനീകരണം നിയന്ത്രിക്കാൻ ഡൽഹി ഗവൺമെന്റ് പ്രധാനമായും 5 മുൻകരുതലുകൾ ശക്തമായ രീതിയിൽ നടപ്പാക്കുവാൻ നിർദ്ദേശം കൊടുത്തു. ഒന്നാമതായി, ട്രക്കുകൾക്കുള്ള നിയന്ത്രണം. അത്യാവശ്യ സാധനങ്ങൾ ഒഴികെയുള്ള ചരക്കുമായി വരുന്ന ട്രക്കുകൾ ഡൽഹിയിൽ നിരോധിച്ചു. വാഹന മലിനീകരണം കുറയ്ക്കുന്നതിന് കംപ്രസ് ചെയ്ത പ്രകൃതിവാതകം, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, BS6 ഡീസൽ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ മാത്രമേ അനുവദിക്കുകയുള്ളൂ. രണ്ടാമതായി, ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം. ഇലക്ട്രിക് വാഹനങ്ങൾ, പ്രകൃതിവാതകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, BS6 മോഡൽ ഡീസൽ വാഹനങ്ങൾ എന്നിവ മാത്രമേ ചെറുകിട വാണിജ്യ വാഹനങ്ങളിൽ അനുവദിക്കുകയുള്ളൂ എന്ന് ഡൽഹി ഗവൺമെന്റ് വ്യക്തമാക്കി. മൂന്നാമതായി, ഭാരത് സ്റ്റേജ് 4-ന് കീഴെയുള്ള വാഹനങ്ങൾക്ക്, അത് വാണിജ്യ വാഹനമായാലും സ്വകാര്യ വാഹനമായാലും ഡൽഹിയിലേക്ക് പ്രവേശനമില്ല. നാലാമതായി, നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന പൊടിപടലങ്ങൾ നിയന്ത്രിക്കാൻ ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയായ നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം തുടങ്ങിയ മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുവാനുള്ള ഉത്തരവിറക്കി. അടുത്തതായി, എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെയും 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം നൽകുവാനുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ഇതുമൂലം വാഹനോപയോഗം ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടാതെ എല്ലാ സ്കൂളുകളും കോളേജുകളും നവംബർ 23-ാം തീയതി വരെ ഓൺലൈനായി പ്രവർത്തിക്കുവാൻ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ഓഡ് ഈവൻ വാഹന നിയന്ത്രണം കൊണ്ടുവരുവാനും സാധ്യതയുള്ളതായി ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയുണ്ടെങ്കിലും ഡൽഹിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി വലിച്ചെടുക്കുന്ന ശ്വാസത്തിൽ ഏകദേശം 7 സിഗരറ്റുകൾ വലിക്കുമ്പോഴുണ്ടാകുന്ന അത്രയും പുക അകത്ത് ചെല്ലുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നത്. ഗവൺമെന്റുകൾ പരസ്പരം പഴിചാരി സമയം കളയുകയാണ്. കൃത്രിമ മഴ പെയ്യിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ പാഴ്വാക്കുകളായി മാറി.